Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിംഗ് സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല എഗ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് എഗ് ബോക്സ്. കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ ടൈമൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വാടിക്കിട്ടും. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവയൊക്കെ ചേർത്ത് ഒന്ന് ഇത് രണ്ടും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാലയും നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണോ അത്രയും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒനിയൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 25 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ബട്ടറും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കുറച്ചായി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഈ ഓരോ ബോൾസ് എടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കണം. ഒന്നിങ്ങനെ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലേക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഈ പരത്തി വെച്ച ഷീറ്റിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടിങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നിങ്ങനെ ക്രോസായിട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒനിയൻ മസാല വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് 1 എഗ്ഗിൻ്റെ ഹാഫ്, എഗ്ഗ് ബോയിൽ ചെയ്തതിൻ്റെ ഹാഫ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇത് ക്ലോസ് ചെയ്ത് വെക്കണം. അതായത് താഴെ വെച്ചിട്ടുള്ള ഷീറ്റിൻ്റെ ഒരു ഭാഗം എടുത്ത് എഗ്ഗിന് മുകളിലേക്ക് വെക്കാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗവും എടുത്ത് അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. ഇനി മുകളിൽ വെച്ചിട്ടുള്ള ഷീറ്റിൻ്റെ 2 ഭാഗവും ഇതിന് മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഒരു ബോക്സ് ഷേപ്പിലേക്ക് ആക്കി എടുക്കണം. ഇനി ഓരോന്നും അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ എഗ് ബോക്സും ഇവിടെ ഞാനൊരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂണോടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലേക്കിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഒന്ന് എല്ലായിടത്തേക്കും ആക്കി എടുക്കാം.
ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നിട്ട് ഇതൊന്ന് രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ സിമ്മിൽ വേണം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് ഉള്ളിലെ ഷീറ്റൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായാൽ ഇത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.